ഈശ്വര, ഇന്നെങ്കിലും ഈ കടയിലോട്ട് ആരെങ്കിലും ഒന്ന് വരണേ. അതങ്ങനെ ഒരു പണിക്കാരനുണ്ട്, സമയത്ത് വരുത്തുമില്ല, കടയും തുറക്കത്തില്ല. എടാ, ഇപ്പം ഞാനാണോ നീയാണോടാ ഇതിന്റെ മുതലാളി? ഇൻസെറ്റ് ഇല്ല ആൾക്ക് ഒരു ഉത്തരവാദിത്വമല്ലോ. സൂപ്പർ. തുറക്കുന്നില്ലല്ലേ? അതും തുറക്കത്തില്ല. അതൊന്നും അവിടെ ഇരിക്കട്ടെ, നീ പൊളിഞ്ഞ തല വീഴണം ഇതെല്ലാം കൂടെ. ഈ സൺറൂഫിന്റെ സ്വിച്ച് എവിടെ? നീ വലിയ ഡയലോഗ് അടിക്കാതെ ആ കണ്ണാടി മാറ്റി വർക്കിന്റെ ഡ്രസ് എടുത്തിട്ടാ. ക്ഷീണം. ഞാൻ ഇന്നലെ നമ്മുടെ ടൗണിലെ കടയിൽ പോയിട്ട് മുടി വെട്ടാൻ പോയപ്പോഴേ അവിടുന്ന് കുറച്ച് മുടി ചാക്കി കയറ്റിയിട്ട് ഞാൻ ആ സൈഡിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. നീ അത് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട. ഒരു ചാക്കോ? അവിടെ പോയിട്ട് 2 ചാക്ക് ഞാൻ കൊണ്ടുവന്നായിരുന്നു. എന്തേലും ആവട്ടെ, അതൊക്കെ എടുത്തിട്ട് 4 ആള് വരുമ്പോ കാണുന്ന രീതിയിൽ അവിടെ എവിടെയൊക്കെ ഒന്ന് ഇട്ടേ. സൂപ്പർ മാർക്കറ്റ് ഞാൻ പറയുന്നല്ലോ, നീ കേൾക്കുന്നുണ്ടോടെ? ഉണ്ട്, ഇടാ. യെസ് ബോയ്. മിലിറ്ററി കട്ട്, അപ്പാച്ചി കട്ട്, ഹിമാലയൻ കട്ട്, ഏത് വേണം? ഇപ്പൊ തിരക്കുണ്ടോ? ഇല്ല, മോനെ തിരക്കില്ല. അപ്പൂപ്പന് മുടി വെട്ടാനാ, ഭയങ്കര ദേശിക്കാരനാ. ഞാൻ ഓട്ടോ വിളിച്ചോണ്ട് വെട്ടാൻ. നീ വരുന്നവരെ ബോബ് കട്ടിങ്, മറ്റേ കട്ടിങ്, മറിച്ച കട്ടിങ് എന്നും പറഞ്ഞോണ്ട് പറഞ്ഞു വിടുവേ. പറച്ചില് കേട്ടാ ഇവിടെ കണ്ട ആൾക്കാർ ക്യൂ നിൽക്കുന്ന പോലെ. ആകെ ഇവിടെ വരുന്ന രമേശ് ചാവത്തില്ല. 200 ആയിസ. എന്റെ കുട്ടാണ് എന്തോന്നാ ഇത്? ഞങ്ങൾ രാവിലെ വന്ന് നോക്കി, കട ഉറക്കുന്നത് നോക്കി. ഒരു പ്രസ്ഥാനം നടത്തുമ്പോ ആദ്യം വേണ്ടത് ഉത്തരവാദിത്തം. നിങ്ങളിത് ഒരുമാതിരി. നീ സാമാനം ഞെടുത്ത് ഈ സാമാനം ഇന്നലെ കട അടച്ചപ്പോ ഇതിനകത്തായി പോയി. അതല്ലേ നിന്റെയൊക്കെ ഇപ്പൊ ഉത്തരവാദിത്ത പൗരന്മാരെ ഉണർന്നത്. എടുത്തോണ്ട് പോകും. ശരി കുട്ടാണ്. ശരി. നീയേ നമ്മുടെ മറ്റേ വിശാഖ ഉണ്ടല്ലോ, നമ്മുടെ അശോകണ്ണന്റെ മോൻ, ഇവൻ ഏതാണ്ട് കശപിശയൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്ന ബേക്കറിയില്. നീ വല്ലോ അതിന്? അത് പറഞ്ഞപ്പോഴാ സംഭവം എന്താ പറയുന്നത്? ഇവൻ ബേക്കറി ചെന്ന് കയറി. ബേക്കറി ചെന്ന് കയറിട്ട് അവിടെ അപ്പൊ ആൾക്കാരെ കടിക്കുന്നുണ്ട് വെള്ളമൊക്കെ. ഇവൻ പോയി വെള്ളവും പറഞ്ഞു, ഒട്ടോസും പറഞ്ഞു. അയാള് പപ്സ് കൊണ്ടുവച്ച്, വെള്ളം കൊണ്ടുവച്ച് ഈ പപ്സ് ഞെവിട്ടിട്ട് അയാളുടെ മോന്തി കഷ്ടി ചെയ്തത്. ഭയങ്കര വിഷയമാക്കിയില്ലയോ? പിന്നെ ഭയങ്കര സീനാക്കിയിട്ട് അങ്ങനെ ആൾക്കാർ വന്നു കയറിയിട്ട് അപ്പുറം തോട്ടക്കാരാണ് വന്ന് എന്തുകൂടാ മോനെ വിഷയം എന്ന് ചോദിച്ചപ്പോ കാര്യം പറയുന്നത്. അവനെ അടിക്കാതെ വിട്ട, അവനെ കൊല്ലാതെ വിട്ട ഭാഗ്യമായി. എന്തുകൂടാ ഇവൻ ചാടി എണീച്ചിട്ട് അണ്ണാ ഈ നോക്കി എല്ലാവർക്കും ഇയാള് കശപശി ഇട്ടിട്ടുണ്ട്, എനിക്ക് മാത്രം കശപശി ഇട്ടിട്ടില്ല. കശപശി കസ്കസ് അതിനാണ്. ഓ, അടി കൊള്ളാതെ ഭയങ്കര പ്രശ്നമാണ് ഇവൻ. അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? നീ വേറൊരു കാര്യം പറഞ്ഞില്ലേ? ഇവൻ ഇതേപോലെ നമ്മുടെ ഇപ്പൊ ഇല്ല പാമ്പിന്റെ കൂടെ കിടക്കുന്നത്, നമ്മുടെ മണ്ണ് ഫീൽഡിന്റെ ഒരു പാമ്പിന്റെ ബിബിൻ, ഇവന്റെ കൂടാടി നടക്കുന്നേ. ഇവൻ ഇപ്പൊ അങ്ങോട്ട് കയറിയിട്ട് മഹാലക്ഷ്മിയിൽ അങ്ങാണ്ട് ചെന്നു. ചെന്നിട്ട് അവിടെ അങ്ങാണ്ട് കയറിയിട്ട് 2 പൊറോട്ട ഒരു ബീഫ് കറി അങ്ങ് പറഞ്ഞു. ബീഫിന്റെ ഗ്രേവി ആവൻ പറഞ്ഞത്. അപ്പൊ അയാള് മാന്യമായിട്ട് അതുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് ഇവൻ അവിടെ വിഷയം എന്താ ചോദിച്ചാൽ പറയാം, ഞാൻ പാമ്പിന്റെ ആളെ, എനിക്ക് 2 പീസും കൂടി ഇതിനകത്തിരുന്നു. ഈ ചെറുക്കനെ കൊണ്ട് ഭയങ്കര ആരടാ ഇത് ഏതാടാ ഒരു പുതുമോടിക്കാരൻ പോകുന്നത്? എന്തായാലും ഈ പൊട്ടന്മാരെ പറ്റി അറിയാത്ത ഏതോ പൊട്ടൻ. അണ്ണനെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ഒക്കെ ഉള്ളയാ, ഇവിടെ ഇല്ലായിരുന്നു, ദുബായിലായിരുന്നു. ഇപ്പൊ ലീവിന് വന്നതാ. ദുബായിക്കാരൻ ബോബ് കട്ടി, അപ്പാച്ചി, സ്റ്റൈൽ, ടെയിൽ, സാധാ രീതിയിൽ കിട്ടിയോ? സാധാ. ഓക്കെ, തൊഴിലാളി
വാരി കയറി വെക്കുന്ന നമ്മള് തുണിയൊന്നും ഇടാതെ വെട്ടുന്നേ. തുണി ഞങ്ങള് വെട്ടിക്കഴിഞ്ഞ് കുട കഴിഞ്ഞിടാറുള്ളൂ. ഓ എന്താ കേട്ടോ ചുവന്ന തുണി എല്ലാവരും വെള്ള തുണി. ഇത് വെറൈറ്റിയാ, ഇത് പുതിയ വെറൈറ്റിയാ. അത് തുടങ്ങിയപ്പോ വെള്ളത്തുണിയായിരുന്നു. കുമാരൻ വെട്ടുകൊണ്ട് അത് ചോപ്പായത്. അവിടെ വെച്ചടാ സാമാനം. ആ വെക്കടാ വെക്കടാ അവിടെ. ഈ വെക്കാൻ നടന്നു വെക്കാം. അതറിയൂടെ? ഇവൻ മറ്റേ സുല്ലണ്ണന്റെ പോ കണ്ണാപ്പി ഇൻസ്റ്റയുടെ പേരാ ബെർക്കാം. പേരാണ് ഇവിടെ. ആ അതിന്റെ ഇരട്ട പേര് കാമ്പർ. ബെർക്കാം 10 വട്ടം പറഞ്ഞേ. ബെർക്കാം ബെർക്കാം ബെർക്കാം. ഓ കാമ്പർ. അത് ശരി. നീ ആ സാമാനം എല്ലാം അവിടെ വെച്ച് മാസം ഇവിടെ ബാക്കിയുള്ളവൻ കടം എടുത്ത് ഈ സാധനം എല്ലാം മേടിച്ചുകൊണ്ട് വരും. അവൻ വന്ന് ഓസിനെ അങ്ങ് അടിച്ചിട്ട് അങ്ങ് പോകും. ഇറങ്ങിപ്പോടാ. ഞാൻ ദിവസം വന്ന് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് തീരുന്നേ ഇവിടെ. നീ ഇറങ്ങപ്പോടാ. പോടാ 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 പോടാ. കിട്ടണം ചുമ്മാ വേറെ വേറെ തമാശകളൊക്കെ ആയിട്ടാ കേട്ടോ. ഒരു പ്രശ്നമില്ല. എന്തോ അത് ബാക്കിയെടുത്ത് മെഷീനറി ഇല്ലയോ? കൈപ്പണിയാ വേണ്ട ഏട്ടാ. മതി വെട്ടിയത് മതി. അത് ബാക്കി ഞാൻ ദുബായിൽ പോയി വെട്ടിക്കോളാം. അപ്പൊ വെട്ടിയതോ വേണ്ട ഏട്ടാ മതി. ദുബായിൽ പോയി വെട്ടിക്കോളാം. പോയി 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞു ഇതിന്റെ സ്നാപ്പ് മേടിക്കണമെന്ന്. കേട്ടില്ല, അത് പോയി. ഓ സ്റ്റാമ്പ് മേടിക്കാനായിട്ട് വലിയ കച്ചവടമല്ലായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അയ്യൊന്നേ വർക്ക് ചെയ്ത് വന്നേ വന്നാലും. ഓ നിന്റെ വർക്ക് മോനെ മോന്റെ മുടിയൊന്നും ഓ ഇന്നുമ്മക്ക് നല്ല ജാഗരയാ. ഒരു കൊച്ചങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. അതിന്റെ സ്ഥിതി എന്താവോ എന്തോ ദൈവത്തിന് അറിയാം. വാ നമുക്ക് ബാക്കി അടിക്കാം. എങ്ങനെയാണ് മോനെ വേണ്ടേ? ബോക്സ് ബോക്സ് അതായിരുന്നു അതിനു കൂടി പണ്ട് തൊട്ടുള്ള ഒരു നാട്ടുകിടപ്പുണ്ട്. ആ ഇപ്പൊ അത് കറക്റ്റായി. വിധിയുടെ അപ്പൊ ഇനി എന്തോന്ന് വെച്ചാൽ Yeah boy, finish. അയ്യോ എന്റെ മുടി. അയ്യോ ഇത്രയും വേണ്ടായിരുന്നു. കൂടിപ്പോയെന്ന് മോനെ ചോന്നടാ. മോനെ ആരെന്ത് പറഞ്ഞാലും മോന്റെ വീട്ടിൽ ചെല്ലുമ്പോ മോന്റെ അമ്മ മോന്റെ അടുത്ത് പറയും ഇതേപോലെ സുന്ദരനാരില്ലായിരുന്നു. അതുകൊണ്ട് ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്യും. മോനെ അങ്ങോട്ട് പൊക്കോ കാശ് വെച്ചിട്ട്. ഓക്കെ ആ ചെറുക്കനങ്ങ് സുന്ദരനായില്ലേ? ഒരു കാര്യം ചെയ്യാം. ഇനിയിപ്പോ എന്തായാലും ഇച്ചിരി കഴിയ ആൾക്കാരൊക്കെ വരാം. നമുക്ക് ജമ്പന്റെ തുമ്പന്റെ കളിയൊക്കെ ഒന്ന് വീട്ടിൽ പോയി. എടാ ഇമാരുടെ സൈസ് കണ്ടില്ലോടാ. അവൻ പെരുത്തവൻ ജമ്പൻ ഇല്ല ലോകനായിട്ടിരിക്കുന്നവൻ കറക്റ്റല്ലേ അത്? എന്തോ ആണേ കളിയൊക്കെ ഞാൻ ജയിച്ചോ? പൊട്ട അവൻ അത് വെക്കുന്നതിന് മുമ്പ് ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ നീ ജയിക്കത്തില്ലയോ? പിന്നല്ല. നിങ്ങൾക്ക് അകത്ത് തന്നെ പണിയൊന്നുമില്ല, വെറുതെ ശല്യപ്പെടുത്താൻ വരാതെ. ഇയാൾ എന്നാ ഇവനെ കാണാൻ തുടങ്ങിയത്? ഞങ്ങൾക്കില്ല പഞ്ചായത്തിലെ പുള്ളി നിക്കർ അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേക്കാ ഇവനെ അടുപ്പിച്ചത്. അതിന് ശേഷം നീയൊക്കെ ഇവിടെ വന്നിട്ട് ഇത് കളിക്കാൻ തുടങ്ങിയേ. പുള്ളിനിക്കറിന് എന്താണ് കുഴപ്പം? കൊണ്ട് കേട്ടോ ജമ്പൻ അങ്ങ് കൊണ്ടത്. ഇവന്റെ കഥ അറിയാം നിനക്ക്? എടി ഇവൻ ഇതിനു മുമ്പ് ഇങ്ങനല്ലായിരുന്നു. ഇവൻ ഭയങ്കര ഫോൺ അഡിക്റ്റ് ആയിരുന്നു. ഫുൾ ടൈം ഇൻസ്റ്റയിലാ. ഇയാളെന്റെ നന്മവരം കളിക്കുക. ഒരു കാറിൽ നിന്ന് കുപ്പി വീണപ്പോഴേ ആ കുപ്പി എടുത്തിട്ട് അതിന്റെ വയറെ കുപ്പി എടുത്ത് ചെവി വെച്ചിട്ട് ഫോൺ അങ്ങിട്ട് കൊടുക്കുക. അവന്മാർ ഇവന്റെ ഫോണും കൊണ്ടുപോയി. അതിന് ശേഷം ബോർഡും എടുത്ത് ഇവനെ കൂട്ടി വിടാൻ ഇരിക്കാൻ തുടങ്ങി. ജമ്പൻ ഇവൻ തുമ്പൻ കറക്റ്റ് എന്തോ പറയുന്നു. ഇവൻ ഇതിനിടയ്ക്ക് ഡ്രസ്സൊന്നും അറിയോ? ഇവൻ അരമണിക്കൂറല്ലേ അയാളോട് ഇവിടുന്ന് പോയിട്ട്. എന്തറിയോ ഇവിടുന്ന് പൗഡറും കയറ്റി നേരെ നെടുള്ള സ്കൂളിന്റെ ഫ്രണ്ടിൽ പോകും. അവിടെ 2 മിനിറ്റ് നിൽക്കും. അത് കഴിഞ്ഞ് പറഞ്ഞിക്കാവുന്ന വരുന്ന സ്കൂളിൽ പോകും. അവിടെ 5 മിനിറ്റ്. അപ്പൊ അതിന്റെ ആ ഈ ഡ്രസ് ചേഞ്ചിങ്. അയ്യോ അത് കഴിഞ്ഞില്ല. നേരെ കോളേജിൽ ചെല്ലും. DB കോളേജ്. അവിടെ ഒരു 10 മിനിറ്റ്. അവിടെ 10 മിനിറ്റ്. അവിടെ അംഗസംഖ്യ കൂടുതല. ഓ എങ്ങും പോത്തൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് വരും മുക്കില് അംഗനവാടിയുടെ ഫ്രണ്ടിൽ വരും. അവിടെ റാഗിപ്പുട്ട് തിന്നാൻ 1 മിനിറ്റ് അവിടെ നിൽക്കും. അവിടെ നിന്നാണല്ലോ ഇതിന്റെ ഒക്കെ ഒരു തുടക്കം. എനിക്കറിയാം നിങ്ങൾ എന്നെ പുച്ഛിക്കുന്നു.
അടിക്കുന്നതിന്റെ ഇല്ലയോ എന്നെ പരിചയപ്പെട്ട എന്റെ ചങ്കനെ കൊണ്ടുപോയിട്ടുണ്ട് മലയാളി ഞെട്ടിയിൽ അറിയാടാ മോനെ, നിന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ചങ്കേ വാ. أنا يجي السلام عليكم شيخ شو أنا زين أنا سيب أنا كيرلا كله ويل أنا ما في مشكلة أكل خلاص أنا بعدين يجي أنا شكرا بكرة كولي أنا كذا يارو مانه ലാഭത്തിന്റെ മുക്കാലും എനിക്ക് കാലങ്ങേർക്ക്. ഇവന്മാരെന്തുവാടാ ഇവിടെ? മുടിവെട്ടാൻ ഇവന്മാരോ? ആ നിനക്ക് ഇവന്മാരെ അറിയാവോടാ? കുട്ടുവണ്ണി ക്ഷീണു. എടാ ഇവന്മാര് കാരണം ഈ നാട്ടിൽ നിന്ന് തന്നെ ഞാൻ പോയത്. ഇവര് പിന്നീട് ബോംബെ കട്ടിങ് മറ്റേ കട്ടിങ്ങൊക്കെയാന്നല്ലേ പറയണേ. ബോംബെ കട്ടിക്കോ ഇവന്മാരോ? എടാ നെടിയോടെ പഞ്ചായത്തിനപ്പുറം ഇവന്മാര് പോയിട്ടില്ല. അത് പണാ. എടാ ഗ്ലോ ബലച്ചാതി എന്നൊരു തൈലം കൊണ്ട് നടന്ന ഇവന്മാർ രണ്ടും കൂടെ അതിന്റെ നാട്ടുകാരായത് ഇടി കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോഴും പാട് കിടക്കുക. ഉടുപ്പൂരി കാണുമ്പോ ചോദിക്കുമ്പോ ഞാൻ പറയാം ടാറ്റു അടിച്ചേക്കാണ്. അമ്മാതിരി ടീമാകുമാര് ഉട്ടായ്പിന്റെ ഉസ്താദുക്കള്. വീണ്ടും ഇവന്മാരെ മുന്നിലാന്നോട് നീ എന്നെ കൊണ്ടിട്ട് കൊടുത്തത്. എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവനെ? ഇവിടെ ഗൾഫാർ കിട്ടുന്നില്ല, വിളിച്ചോളൂ. ഡേയ്, ഗൾഫിൽ നിന്ന് വന്നല്ലേ? വല്ലതും കൊണ്ടുവന്നോ? ആ ഉണ്ട്, പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് പോയടാ എണിച്ച്. ഡെർലോ പറ്റത്തില്ല. അല്ല അതല്ല, വൈകിട്ട് വന്നാലേ അവൻ സൗകര്യമായി പറ്റത്തില്ല. ഈ മുട്ടൊക്കെ അയച്ചിട്ട് ഇയാൾ എന്ത് പേടിയാണ്? ഡേയ്, എനിക്ക് അവനെ പേടിയായതുകൊണ്ടൊന്നും അല്ല. യവനെ വെറുപ്പിക്കാൻ പറ്റത്തില്ല. വെറുപ്പിച്ച് കഴിഞ്ഞാൽ യവൻ രാത്രി സീനുണ്ടാക്കൂടെ. യവനെ ഇവിടുന്ന് വെറുപ്പിച്ചിട്ടായി യവനെ ദേഷ്യം തീർക്കുന്ന എപ്പോഴാണെന്നറിയോ? രാത്രി കടയുടെ മുമ്പിൽ ഒന്ന് കൊരവപ്പ് നോക്കും. അതുകൊണ്ടല്ലേ യവൻ ആ പേര് തന്നെ കിട്ടിയത്. ഏത് പേര്? അപ്പിടർലോ. ആ മനസ്സിലായില്ലയോ? അതുകൊണ്ടല്ലേ ഇവനെ അപ്പിടർലോ എന്ന് വിളിക്കുന്നത്. വൈകിട്ട് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും നോക്കാം. ഓ പിന്നല്ല, ഒരു ബംഗാളി വരുന്നെന്ന് തോന്നുന്നു കേട്ടോ. भाई आजा कौन सा कट हेयर कट बैंड कट ഇത് നമ്മുടെ ചെയ്യണം, നമ്മുടെ തൊഴിലാളിയാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ. നമുക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. എന്ത് കാര്യം? വൃത്തിയായിട്ട് വെട്ടിക്കിടണം. നമുക്ക് പൈസ ഒരു വിഷയമാണ്. നമ്മൾ അതിനല്ലൂടെ ഇവിടെ ഇരിക്കുന്നത്. ചേർക്കാൻ നല്ല ബോംബെ കട്ട് വരെ വെട്ടുവാൻ. അതൊന്നും നീ ഇവൻ ബോംബെ കട്ട് വരെ വെട്ടുന്നതാ. ഞാൻ മൂന്നാറിനടുത്ത് പോയി പ്രശ്നം ഉണ്ടാക്കിയതാ. എനിക്ക് ഒന്നും ഒരു അവിടുത്തെ ഒന്നും കൂട്ടല്ല. ഇവിടെ നമ്മള് സെറ്റ് വെട്ടാം. അല്ലാതെ വെട്ടുവോ? നീ പറയുന്ന വിശ്വസിക്കാം. നമുക്കൊരു നമ്മൾ പരാജയപ്പെട്ട് എണ്ണ കൂടുതലൊന്നുമില്ല. ഇതിനകത്ത് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പടമുണ്ട്. നല്ല കണ്ണാടി ഒഴിഞ്ഞ് വെട്ടി തരണം. എടാ, ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ഇത് വെട്ടാനല്ലടാ. അത് നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പോരെ. രാവിലെ ഓർത്തുമാരെ വന്ന് ആരെയാണോ കണിയുണ്ട് രാവിലെ മുഖം തന്നെ നോക്കിക്കോളൂ. അതാ സെറ്റപ്പ്. ആ ഓട്ടം കൊണ്ട് വന്നപ്പോഴേ ആ കള്ളക്കാരൻ അഹങ്കാരം ഏസിയും പൂച്ചയൊക്കെ അവിടെ വന്നു. ഓട്ടക്കാരെ ഏസിയും പൂച്ചയൊക്കെ വെക്കാൻ പറ്റുമോ? അവസാനം ഭയങ്കര വിഷയമായി. അതാന്നോടാ മോനെ നിന്റെ അപ്പൂപ്പൻ. അത് തന്നെ. ഒരു കാര്യം ചെയ്യ്, ഓനെ ഇറക്കാൻ. ഓ അത് പറ്റത്തില്ല, നിങ്ങൾ അങ്ങ് വന്നാൽ മതി. ഏസിക്കാതെ ഇറങ്ങാൻ പറ്റത്തില്ല. നീ ഇറക്കടാ അയാളെ. അതൊന്നും പറ്റത്തില്ല. വാ നമുക്ക് അങ്ങോട്ട് പോവാ. എന്തുവാടെയാണ് മന്ദബുദ്ധിയാന്നോ? എന്തായാലും നിങ്ങൾക്ക് പറ്റിയ ആള് തന്നെ. ഡേയ്, നിനക്കിത് എങ്ങനെ പറയാൻ തോന്നുന്നതാ? നീ ആ ചെറുക്കൻ്റെ മുഖത്തോട്ട് നോക്കി. അവനെ കൊച്ചു പയ്യനല്ലടാ. അവൻ അറിവായി വരുന്നല്ലേ ഉള്ളു. നമ്മുടെ ഒന്നും കൂട്ടി ചിന്തിക്കാനുള്ളത് അവനില്ല. അപ്പൊ വീട്ടിലോട്ട് വരത്തില്ലയോ? നീ വിട്ടോ, ഞാൻ എത്തിയേക്കാം. എന്തുവാ ഇവർക്കിട്ട് പറയുന്നത്? ഒന്നുമില്ലെങ്കിൽ അവനൊരു കുഞ്ഞാന്ന് പറയാം. നീ അങ്ങനെയാണോ? എടാ, പോയി അകത്തുനിന്ന് ആ കത്രികയും ചീപ്പും എല്ലാം എടുത്തോണ്ട് വാടാ. നമുക്ക് ഈ കാറിൽ തന്നെ അങ്ങ് പോയാ പോരെ. വാടാ മോനെ. പിന്നല്ല വന്നതും പൊട്ടൻ, നിന്നതും പൊട്ടൻ, എല്ലാം പൊട്ടന്മാർ.